ഫേസ് ബുള്ളറ്റ് ഇന്ന് നമ്മുടെ ഷുഗർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ 20ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമുക്കൊരു റിവിഷൻ ടെസ്റ്റ് വയ്ക്കാം കേട്ടോ. നാളെ വൈകുന്നേരമാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേരിലുള്ള പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? തെലങ്കാനയിലാണ്. ഓക്കെ, ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേരിലുള്ള പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? തെലങ്കാനയിലാണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബിഹാൻ മേള ഉത്സവം നടക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. അപ്പോൾ ഒഡീഷയിലെ ഗോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് ബിഹാൻ മേള. അപ്പോൾ അത് ഏതാണ്? ഒഡീഷയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം പസം സാത്രിയ അങ്ങനത്തെ നൃത്തരൂപങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ബിഹാൻ മേള എവിടെയാണ്? ഒഡീഷയിലാണ്. മൂന്നാമത്തെ ചോദ്യം, ജമ്മു കാശ്മീരിന് പുറമെ വൻതോതിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഓക്കെ, ജമ്മു കാശ്മീരിന് പുറമെ വൻതോതിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ലോക പൈതൃക പദവി ലഭിച്ച ലോകത്തിലെ ആദ്യ സർവകലാശാല വിശ്വഭാരതി സർവകലാശാല. പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ലോക പൈതൃക പദവി ലഭിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. 1921 നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഈ സർവകലാശാലയെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ചെരിയുന്ന ക്ഷേത്രം എന്നറിയപ്പെടുന്ന തുംഗനാട് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിലാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ചെരിയുന്ന ക്ഷേത്രം എന്നറിയപ്പെടുന്ന തുംഗനാട് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ആറാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. മെയ്തികൾ ഏത് സംസ്ഥാനത്തെ പ്രബല ജനവിഭാഗങ്ങളാണ്? മണിപ്പൂരിലെ പ്രബല ജനവിഭാഗങ്ങളാണ്. അപ്പോൾ ഈ മെയ്തി എന്നുള്ളൊരു ആളുകളെ ST വിഭാഗത്തിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉത്തരവൊക്കെ വന്ന പിന്നെയാണ് മണിപ്പൂരിലെ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. മെയ്തികൾ ഏത് സംസ്ഥാനത്തെ പ്രബല ജനവിഭാഗങ്ങളാണ്? മണിപ്പൂരിലെ. ഓക്കെ, സെവൻത്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം എവിടെയാണ്? ചണ്ഡീഗഡിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമരത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വിപ്ലവകാരികളുടെ ഓർമ്മയ്ക്കായി ബിപ്ലോബി ഭാരത് ഗ്യാലറി സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കത്തയിലാണ്. വിക്ടോറിയ സ്മാരക ഹാളിലാണെന്നും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഒന്നുകൂടി പറയാം. സ്വാതന്ത്ര്യ സമരത്തിലെ മുഖ്യ പങ്ക് വഹിച്ച വിപ്ലവകാരികളുടെ ഓർമ്മയ്ക്കായി ബിപ്ലോബി ഭാരത് ഗ്യാലറി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? കൊൽക്കത്തയിലെ വിക്ടോറിയ ഹാളിലാണ്. നയൻത്ത് ക്വസ്റ്റ്യൻ ആണ്, ദേശീയ ശ്രദ്ധ നേടിയ റാഗി വിപ്ലവം നടന്ന സംസ്ഥാനം ജാർഖണ്ഡിലാണ്. ഓക്കെ, ദേശീയ ശ്രദ്ധ നേടിയ റാഗി വിപ്ലവം നടന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. പത്താമത്തെ ചോദ്യമാണ്, രാജ്യത്തെ പെൺകുഞ്ഞുങ്ങളുടെ ജനനനിരക്ക് കുറവ് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഓക്കെ, രാജ്യത്തെ പെൺകുഞ്ഞുങ്ങളുടെ ജനനനിരക്കിലെ കുറവ് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. നാളെ നമുക്ക് വൈകുന്നേരം ഈ എടുത്ത 1 മുതൽ 200 വരെയുള്ള ചോദ്യങ്ങളുടെ റിവിഷൻ ക്ലാസ് ആയിട്ട് കാണാം. അപ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് 10 തൊട്ട് 20 വരെയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. 10 തൊട്ട് 20 വരെയുള്ള ക്ലാസ്സുകളുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഇടയിൽ നമ്മുടെ ആദ്യത്തെ 100 ചോദ്യങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഓരോന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാതും നല്ല രീതിയിൽ തന്നെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.